ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്നറിയോ? ഇന്ന് നമ്മൾ പോകുന്നത് പിഷാരിക്കാവ് അമ്പലത്തിലാണ്. കൂടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. വായോ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹലോ, അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിച്ചു. ഏകദേശം നല്ല ഏർലി മോർണിംഗിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊയിലാണ്ടിയിൽ കൊല്ലം എന്നുള്ള സ്ഥലത്ത് നമ്മുടെ പിഷാരിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. കുറേ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഒരു ജനസമൂഹത്തിൻ്റെ പാലായനത്തിൻ്റെ കഥയാണ് ഇതിൻ്റെ ഐതിഹ്യമെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇത്രയൊക്കെ എനിക്ക് അറിയുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രകാളിയാണെന്നറിയാം. പിന്നെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സപ്തമാതൃക്കളോടൊപ്പമാണ് ഭദ്രകാളി പ്രതിഷ്ഠ വടക്ക് ദർശനമായിട്ട് നിൽക്കുന്നെന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്കൊരു വഴി, സ്ത്രീകൾക്ക് വേറൊരു വഴി, അങ്ങനെയായിരുന്നു. അത് വേറെ ഏത് ക്ഷേത്രത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയ എല്ലാ ക്ഷേത്രത്തിലും നമ്മൾ ഒരുമിച്ചിട്ടാണ് കയറാറുള്ളത്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ മുട്ട അറുക്കുന്നത് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ്, അതായത് മുട്ട അറുക്കുന്ന വഴിപാടുണ്ടെങ്കിൽ അത് പുറത്താണ് കൊടുക്കേണ്ടത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോൾ വന്നാലും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. അത്രയും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ, ആനയുടെ പ്രതിമ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോയത് നേരെ ഞങ്ങളുടെ സ്വന്തം കാട്ടിൽപ്പീടികയിലുള്ള മേലേടത്ത് ശിവക്ഷേത്രത്തിലോട്ടാണ്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വീഡിയോ എടുത്തിട്ടില്ല. പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു അറ്റ്മോസ്ഫിയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഇവിടെ വരുമ്പോൾ. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവിടെ ഇറക്കി വയ്ക്കാറുള്ളത്. അത്രയും നല്ല അറ്റ്മോസ്ഫിയറാണ്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങളുടെ സ്വന്തം പള്ളിയാറ ദേവി ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ല. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുതു. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ. അതെത്ര പറഞ്ഞാലും നമുക്ക് എങ്ങനെ പറയാം, മതി വരില്ല. പോയാലും മതി വരില്ല. കാരണം നമ്മൾ അപ്പോഴാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും മറക്കുന്നത്. ശരിക്കും അവിടെ ചെന്ന് പ്രയാസങ്ങൾ പറയാമെന്ന്